Hi, I am Dr. Radhakrishnan Nair, practicing gynecologist with special interest in andrology and sexual medicine from Cochin. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ച പെൺകുട്ടിയുടെ കഥ വീണ്ടും തുടരുകയാണ്. അപ്പോൾ ഡിവോഴ്സിന് വേണ്ടി എന്നെ കാണാൻ വന്ന ഈ കുട്ടിയുടെ യഥാർത്ഥ പ്രശ്നം എന്തായിരിക്കും? എന്തെങ്കിലും പേടി കൊണ്ടായിരിക്കുമോ? ചിലർക്ക് കുട്ടിക്കാലത്തുണ്ടാകുന്ന ലൈംഗിക ചൂഷണങ്ങളോ അതിക്രമങ്ങളോ കാരണം സെക്ഷൽ ആക്ടിവിറ്റിയോടും വിവാഹത്തിനോടും എല്ലാം വെറുപ്പുണ്ടായി കാണാറുണ്ട്. അങ്ങനെ ഒരു സംഭവം ഈ കുട്ടിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ കുട്ടി ഒരു വികാരങ്ങളും ഇല്ലാത്ത അല്ലെങ്കിൽ സെക്ഷൽ അട്രാക്ഷൻ ഇല്ലാത്ത അസെക്ഷൽ ഗ്രൂപ്പിൽപ്പെട്ട ആളാണോ? അങ്ങനെ പറയാനും ബുദ്ധിമുട്ടാണല്ലോ. കാരണം കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ ഒത്തിരി ആൺ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അതിലൊരാളെ അവൾക്ക് ഇഷ്ടമായിരുന്നു. 3 വർഷത്തോളം നല്ല ഫ്രണ്ട്സ് ആയിരുന്നു അവർ. ഒത്തിരി സമയം ഒരുമിച്ച് ചെലവഴിച്ചിട്ടുണ്ട്, സിനിമയ്ക്ക് പോയിട്ടുണ്ട്, ഒരുമിച്ച് യാത്രകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇഷ്ടമുണ്ടെന്ന് രണ്ടുപേരും പറഞ്ഞിട്ടില്ല. അവന് കല്യാണ ആലോചനകൾ വന്നപ്പോൾ അവൻ ഈ കുട്ടിയോട് പറഞ്ഞെങ്കിലും എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്യട്ടെ എന്നൊന്നും അവൻ പറഞ്ഞില്ല. ഇവൾക്ക് അങ്ങോട്ട് കയറി എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നീ എന്നെ കല്യാണം കഴിക്കുമോ എന്ന് ചോദിക്കാനും നാണമായിരുന്നു. അങ്ങനെ അവൻ വേറെ കല്യാണം കഴിച്ചു പോയി. ഞാനപ്പോൾ അവളോട് ചോദിച്ചു, അവൻ നിന്നെ പ്രപ്പോസ് ചെയ്തിരുന്നെങ്കിൽ നീ അവനെ കല്യാണം കഴിക്കുമായിരുന്നോ? എന്നെ പറയാൻ അവൾ അനുവദിച്ചില്ല. അതിനു മുമ്പ് അവൾ കയറി പറഞ്ഞു, തീർച്ചയായും ഡോക്ടർ, എനിക്ക് അവനെ ഒത്തിരി ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി. അപ്പോൾ അവൾക്ക് സെക്ഷൽ അട്രാക്ഷനും റൊമാൻറ്റിക് അട്രാക്ഷനും തോന്നുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇവൾ ഇത്രയും നല്ലൊരു ഭർത്താവിനെ വേണ്ടെന്ന് വെക്കുന്നത്? എന്തുകൊണ്ട് അവൾക്ക് ഇത്രയും നല്ലൊരു ഭർത്താവിനോട് സെക്ഷൽ അട്രാക്ഷൻ തോന്നാതിരിക്കാനുള്ള കാരണം എന്തായിരിക്കും ഇവളുടെ പ്രശ്നം? ഈ കുട്ടി അസെക്ഷൽ അല്ലെങ്കിൽ പിന്നെ ആരാണ് ഇവൾ? ഇങ്ങനെയുള്ളവരെ നമ്മൾ ഡെമി സെക്ഷൽ എന്ന് പറയും. അപ്പോൾ എന്താണ് ഡെമി സെക്ഷുവാലിറ്റി? അതൊരു ഗ്രേ ഏരിയ ആണ്. സെക്ഷൽ ആൻഡ് അസെക്ഷലിനും ഇടയിലുള്ള അവസ്ഥ. അവർക്ക് ഒരാളോട് സെക്ഷൽ ഫീലിങ്ങിന് വേണ്ടി ഒത്തിരി കണ്ടീഷൻസ് ഉണ്ട്. നേരത്തെ അറിയുന്ന ആളാവണം, ആദ്യം നല്ല ഫ്രണ്ട് ആവാൻ പറ്റണം, അതിനുശേഷം പരസ്പരം ഇഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ ഒരു റൊമാൻറ്റിക് അട്രാക്ഷനിൽ എത്തിപ്പെടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു റൊമാൻറ്റിക് അട്രാക്ഷനിൽ തുടരവേ ആ വ്യക്തിയോട് സെക്ഷൽ അട്രാക്ഷൻ ചിലപ്പോൾ തോന്നിയേക്കാം. ഇതെല്ലാം ഒത്തിരി സമയമെടുത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. പെട്ടെന്ന് ഒരാളോട് റൊമാൻറ്റിക് ഓർ സെക്ഷൽ അട്രാക്ഷൻ തോന്നണമെന്നില്ല. ഈ കുട്ടിക്കും അവസാനമായപ്പോൾ അവളുടെ സുഹൃത്തിനോട് റൊമാൻറ്റിക് അട്രാക്ഷനും സെക്ഷൽ അട്രാക്ഷനും ഉണ്ടായി. പക്ഷേ നേരിട്ട് അവനോട് പറയാൻ നാണം കാരണം പറ്റിയില്ല. അപ്പോഴേക്കും ആണല്ലോ അവൻ വേറെ കല്യാണം കഴിച്ചു പോയത്. അങ്ങനെയാണ് വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഈ കുട്ടി വേറൊരു പുരുഷനെ വിവാഹം കഴിച്ചത്. വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ആൺകുട്ടി നല്ല സുന്ദരനാണ്, നല്ല ജോലിയുണ്ട്, ഫൈനാൻഷ്യലി വെരി വെൽ സെറ്റിൽഡ് ആണ്, ബന്ധുക്കളെല്ലാം തന്നെ നല്ല ആൾക്കാരാണ്. ഇതിനപ്പുറം അവരുടെ മകൾക്ക് വേറെ നല്ലൊരു ആലോചന കിട്ടുമോ? അങ്ങനെ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി ഈ കുട്ടി അയാളെ വിവാഹം കഴിച്ചു. അവളുടെ ആഗ്രഹപ്രകാരം ഭർത്താവ് ഫിസിക്കൽ റിലേഷൻഷിപ്പിന് വേണ്ടി കുറച്ച് സമയം കൊടുത്തു. ഒരു തരത്തിൽ അദ്ദേഹം അവളെ നിർബന്ധിച്ചിട്ടില്ല. അവളെ പ്രീതിപ്പെടുത്താൻ അദ്ദേഹം ഒത്തിരി യാത്രകൾക്ക് കൊണ്ടുപോയി, ഇന്റർനാഷണൽ ട്രിപ്പ് വരെ നടത്തി, പല കോസ്റ്റ്ലി ഗിഫ്റ്റുകളും മേടിച്ചു കൊടുത്തു. മെല്ലെ മെല്ലെ അവൾ അയാളെ ഒരു സുഹൃത്തായി ഇഷ്ടപ്പെടാൻ തുടങ്ങി. പക്ഷേ ഇടയ്ക്ക് എപ്പോഴെങ്കിലും അദ്ദേഹം ഒന്ന് കെട്ടിപ്പിടിക്കാനോ ഉമ്മ വയ്ക്കാനോ ശ്രമിച്ചാൽ അവൾ പാനിക്കാവും. അങ്ങനെ രാത്രിയിൽ അവൾ മാറിക്കിടക്കാൻ തുടങ്ങി. എന്നിട്ട് ഉറക്കമൊന്നും നഷ്ടപ്പെട്ടു. രാത്രിയിൽ എങ്ങാനും അദ്ദേഹം അടുത്ത് വന്നിരുന്ന് കെട്ടിപ്പിടിക്കാനോ ഉമ്മ വയ്ക്കാനോ ശ്രമിച്ചാലോ എന്ന് പേടിച്ച് ഉറക്കത്തിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി ഉണരാൻ തുടങ്ങി. അങ്ങനെയാണ് അവരെല്ലാവരും കൂടി അവളെ 2-3 സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് കൊണ്ടുപോയത്. കൗൺസിലിങ്ങിന് കൊണ്ടുപോയപ്പോൾ സൈക്കോളജിസ്റ്റ് അവളുടെ അച്ഛനോട് പറഞ്ഞു, ഈ കുട്ടിക്ക് സെക്ഷൽ വികാരങ്ങൾ കുറവായതുകൊണ്ടായിരിക്കാം ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. ചിലപ്പോൾ അങ്ങനെയുള്ളവർ ജീവിതത്തിൽ പരാജയപ്പെടാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഇനി അസെക്ഷൽ ആവാനും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഈ മാരേജ് വർക്കാവുമെന്ന് നിങ്ങൾക്ക് കുടുംബക്കാർക്ക് ആർക്കും തോന്നുന്നില്ലെങ്കിൽ 2 പേരുടെയും ബെനിഫിറ്റിന് വേണ്ടി ഡിവോഴ്സിനെ പറ്റി ആലോചിക്കുക. ഇത് കേട്ടപ്പോൾ അവൾക്ക് സന്തോഷമായി. പക്ഷെ ആ കുട്ടിയുടെ പേരൻസും ഹസ്ബൻഡിന്റെ വീട്ടുകാരും അതിന് തയ്യാറായില്ല. ഹസ്ബൻഡിന്റെ വീട്ടുകാർക്കെല്ലാം ഈ കുട്ടിയെ വളരെ ഇഷ്ടമാണ്. നല്ലൊരു മരുമകളാണ് അവൾ. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിലുള്ള സെക്ഷൽ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ അവർ തമ്മിൽ വേറെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. എല്ലാവർക്കും പരസ്പരം ഇഷ്ടമാണ്. അതിനാൽ അസെക്ഷൽ ആണെന്ന് പറയുന്നതൊന്നും അവർക്ക് മനസ്സിലായില്ല. അവളെ റിലീജിയസ് ആയിട്ടുള്ള പല സ്ഥലങ്ങളിലും ആൾക്കാരുടെ അടുത്ത് കൊണ്ടുപോയി പല പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തി. പക്ഷെ ഒരു മാറ്റവും ഉണ്ടായില്ല. അവൾ പേടിച്ചിട്ട് ഉറങ്ങിയിട്ട് മാസങ്ങളായി. അങ്ങനെയാണ് ആ കുട്ടി ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് എൻ്റെ അടുത്ത് വരുന്നത്. ഈ കുട്ടിയെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ.